Hello everyone, welcome to my YouTube channel. Today I am discussing with you how to register Goethe exam in Trivandrum or Kochi. Now I will show you how to enroll yourself in the Trivandrum or Kochi Goethe exam. When you will Google German A1 exam Trivandrum, that time you will get the like this one site. You have to open here. Goethe Centrum Trivandrum. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ കാണും. ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റിഗാർഡിംഗ് ദ നെക്സ്റ്റ് ഗോയിത്തെ സർട്ടിഫിക്കറ്റ് എക്സാമിൻ ഇൻ കൊച്ചി ഇൻ June 2022. Please note that the Goethe Centrum is intending the conducting the Goethe certificate examination in Kochi from 15th to 19th of June 2022. There is only the online registration and the registration on will be automatically and once the allotted numbers for each level have been exhausted. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ സീറ്റ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പറിന്റെ അകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്താലേ നമ്മൾ ആ പറയുന്ന ടൈമിലും നമ്മുടെ രജിസ്ട്രേഷൻ ആ പറയുന്ന ടൈമിൽ നടന്നാൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. സോ ടൈം കഴിഞ്ഞു പോയാൽ നമുക്ക് സീറ്റ് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൻലി ഗോയിത്തെ എക്സാം രജിസ്റ്റർ ചെയ്യുന്നവരെല്ലാം നമ്മുടെ പാസ്പോർട്ടിൽ എന്ത് പേരാണോ നമുക്കുള്ളത് ആ പേര് തന്നെ ഉപയോഗിച്ച് വേണം രജിസ്റ്റർ ചെയ്യാൻ. വൺസ് നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് അല്ല, വല്ല മിസ്പെല്ലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വല്ലതും തെറ്റുവാണോ, ഇതൊക്കെ കറക്റ്റ് ആണോ ഇൻഫർമേഷൻ എന്ന് വൺസ് അഗെയിൻ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ളത്. ഒരിക്കൽ നമുക്ക് ഒരു മിസ്റ്റേക്ക് വന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിഫിക്കൽട്ടി ആയിരിക്കും മാറ്റാൻ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത് ഇമ്പോസിബിൾ ആണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. സോ പിന്നെ നിങ്ങൾ ഇവിടെ ഈ ഒരു സ്ക്രീൻ കാണുമ്പോൾ ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെയും കൊച്ചിയുടെയും ഗോയിത്തെ സെന്ററത്തിന്റെ സൈറ്റ്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് കാണാൻ കഴിയും. ഓക്കെ, ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കുറെ ഇൻഫർമേഷൻസ് ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും. ആ ഇൻഫർമേഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. കണ്ടക്ടിങ് ഗോയിത്തെ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ കൊച്ചി 15th to 19th of Juneലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഓൺലൈൻ അതായത് A1 എക്സാംസ് ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 12th May 2022 11 AM നമ്മൾ രജിസ്റ്റർ ചെയ്യാം. സോ നമുക്കിവിടെ അവർ ടൈം തന്നേക്കും ഏത് ടൈമിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. A2 എക്സാമിനേഷൻ ആണെങ്കിൽ 12th May at 3 PM. B1 എക്സാംസ് ആണെങ്കിൽ ഓൾ മൊഡ്യൂൾസ് എല്ലാ മൊഡ്യൂളും നിങ്ങൾ B1 അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 13th May 11 AM. ഗോയിത്തെ സർട്ടിഫിക്കറ്റ് ഓൺലി മൊഡ്യൂലർ ബേസ് ഏതെങ്കിലും 1-2 മൊഡ്യൂൾസ് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളെങ്കിൽ അത് നിങ്ങൾ 13th May 3 PM അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെയാണ് ഗോയിത്തെ സർട്ടിഫിക്കറ്റ് B2 എക്സാമിനേഷൻ എല്ലാ മൊഡ്യൂൾസും 14th May 11 AM. മൊഡ്യൂലർ ബേസിസ് ആണെങ്കിൽ 14th May 3 PM. അങ്ങനെ നമുക്കൊരു സമയം തന്നിട്ടുണ്ട്. ആ ഒരു പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ നമ്മളുടെ ഇവരുടെ ഈ സൈറ്റ് എക്സാം സൈറ്റ് ഓപ്പൺ ആകത്തുള്ളൂ. അല്ലാതെ അതിന് മുമ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയാലും നമുക്ക് ആ സൈറ്റ് ഓപ്പൺ ആവത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ നമുക്ക് ഓൾറെഡി ഇപ്പൊ ട്രിവാൻഡ്രത്തോ കൊച്ചിയിലോ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട ഒരാൾക്ക് അവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. സോ ആ അക്കൗണ്ട് വഴിയേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റ് നമ്മൾ ബാംഗ്ലൂരും ഡൽഹി ഹൈദരാബാദ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് ഡയറക്റ്റ് അവർക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ പറയുന്ന ഡേറ്റിൽ അവർക്ക് മെയിൽ ചെയ്ത് അങ്ങനെ നമുക്ക് സീറ്റ് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഓൾറെഡി നമുക്ക് ഇവരുടെ ഈ ഗോയിത്തക്കാരുടെ ഇതിൽ ഒരു പ്രൊഫൈൽ നമുക്ക് ഉണ്ടായിരിക്കണം. സോ ആ പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ ലോഗിൻ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഒരു മെയിൽ ID ഉള്ളവരാണെങ്കിൽ ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ മെയിൽ IDയും പാസ്വേഡിലും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സൈറ്റിൽ ആ പറയുന്ന ഡേറ്റ് അവർ എന്നാണോ ഈ എക്സാം ഉണ്ടെന്ന് പറയുന്ന ആ ഡേറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത്, അതായത് ഇപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന A2 എക്സാം ആണെന്ന് വിചാരിക്കുക. 12th May 3 PM അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു മെയിൽ ID ഒക്കെ കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്ത് അതായത് 2:55 ഒക്കെ ആകുമ്പോഴേ അല്ലെങ്കിൽ 2:30 ഒക്കെ ആകുമ്പോഴേ നമ്മൾ എൻ്റർ ചെയ്ത് സൈറ്റ് അപ്പോഴത്തേക്ക് ഓപ്പൺ ആവും. കാത്തിരിക്കും അവരുടെ എക്സാം സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അല്ല നമ്മളൊരു പുതിയ ഒരാളാണെങ്കിൽ നമ്മളിവിടെ സൈൻ അപ്പ് നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. സോ ഇമെയിൽ ID മൊബൈൽ നമ്പർ ഒന്നും ഒരിക്കലും തെറ്റരുത്. ബിക്കോസ് നമുക്ക് ഈ ഇമെയിലിലേക്കാണ് നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരുന്നത്. ആ കൺഫർമേഷൻ മെയിൽ വന്ന് നമ്മൾ ആക്റ്റീവ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് മെയിൽ ID തെറ്റുണ്ടാവരുത്. പിന്നെ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക, ആ പാസ്വേഡ് കൺഫേം ചെയ്യുക, പിന്നെ നിങ്ങൾ ഏത് ജെൻഡർ ആണെന്ന് കൊടുക്കുക, പിന്നെ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുക. ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ സൈൻ അപ്പ് ചെയ്യുന്നില്ല, സൈൻ അപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഇങ്ങനൊരു മെയില് ഗോയിത്തക്കാരുടെ നിന്ന് കിട്ടും. അവർ നിങ്ങൾക്ക് ഒരു മെയിൽ ഇങ്ങനെ ഒരു മെയിൽ സെൻഡ് ചെയ്യും. വെൽക്കം ടു ഗോയിത്തെ സെൻട്രം, പ്ലീസ് ക്ലിക്ക് ദ ഫോളോയിങ് ലിങ്ക് ടു കണ്ടിന്യൂ യുവർ ഗോയിത്തെ സെൻട്രം അക്കൗണ്ട് എന്ന് ഇങ്ങനൊരു ലിങ്ക് വരും. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു വേറൊരു പേജ് ഓപ്പൺ ആവും. ആ പേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ്. സോ ഞാൻ ഓൾറെഡി എൻ്റെ രജിസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ആ ഒരു പേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുക. നിങ്ങൾ അവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആകുമ്പോഴത്തേക്കാം ഇവിടെ നിങ്ങൾ ഓൾറെഡി അവിടെ നിങ്ങളുടെ സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുത്തതുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഇവിടെ അവർ കാണിക്കും. പിന്നെ നിങ്ങളുടെ മെയിൽ ID കാണിക്കും, അത് കൺഫേം ആയിരിക്കും. നിങ്ങളുടെ ഫോൺ നമ്പറും നമ്മൾ ഓൾറെഡി അവിടെ എൻ്റർ ചെയ്തേക്കുന്നുണ്ട്, അത് കാണിക്കും. കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഏത് ജെൻഡറാന്ന് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇവിടെ ഒന്നും വേണ്ട, നാഷണാലിറ്റി ഏതാന്ന് കൊടുക്കണം, നിങ്ങളുടെ അഡ്രസ് എന്താന്ന് കൊടുക്കണം, പിന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാന്ന് കൊടുക്കുക, ഏത് സിറ്റിയാണ് നിങ്ങളെന്ന് കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പിൻകോഡ്, നിങ്ങളുടെ മദർ ടങ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇതൊക്കെ കമ്പൽസറി ആണ്, ഇതൊക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ടിക്ക് ഇടുക. ഞാൻ മേളിൽ തന്നേക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ കറക്റ്റ് എന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലാണ്, ഞാൻ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്യുന്നു എന്ന് പറയുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, അതായത് നിങ്ങളുടെ പിക്ചർ ഫോട്ടോ കൊടുക്കാനാണ്. അവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു നല്ല ഫോട്ടോ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ ഇച്ചിരി നല്ലൊരു ഫോട്ടോ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചൂസ് ദ ഫയൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മുടെ മീഡിയയിലേക്ക് അത് ഓപ്പൺ ആവുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഗാലക്സിന്ന് ഒരു ഫോട്ടോ, ഒരു ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, ഈ സമയത്ത് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങളൊരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഇത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്രൊഫൈല് നിങ്ങളുടെ പേരിൽ അവിടെ ഗോയിത്തേൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ആ പറയുന്ന ദിവസം, അതായത് 12th നമ്മൾ എക്സാം എഴുതുന്ന ദിവസം ഏത് ടൈമാണോ അവർ രജിസ്റ്റർ ചെയ്യാൻ പറയുന്ന സമയത്ത് അതിന്റെ ഹാഫ് ആൻ അവർക്ക് മുമ്പ് നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ ഈ ഒരു ഇന്നിപ്പോ ഞാൻ പറയുന്ന ആ ടൈമിലാണ് നമ്മളുടെ എക്സാം ഒരു ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്ന പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇതെല്ലാം കൊടുക്കുമ്പോഴേ നമ്മൾ രജിസ്റ്റർ ആവും എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഇവിടെ കാണിക്കും മൊഡ്യൂലർ ബേസ് ആണോ ഫുൾ മൊഡ്യൂൾ ബേസ് ആണോ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ മൊഡ്യൂലർ ബേസ് ആണ്, പക്ഷെ ഇവിടെ ഇപ്പൊ രജിസ്ട്രേഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന നോക്കി. ഓക്കെ, നമുക്ക് ഇങ്ങനെ മൊഡ്യൂലാർ ആണെങ്കിൽ മൊഡ്യൂലാർ എന്ന് പറയാം, അല്ലെങ്കിൽ ഫുൾ ഫീസ് ആണെങ്കിൽ ഫുൾ എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കാണിക്കാം. കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി രജിസ്ട്രേഷൻസ് ആർ ഓൾറെഡി കംപ്ലീറ്റഡ് എന്ന് ഇവർ കാണിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ആ ഒരു ടൈം അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ അവർ പറഞ്ഞൊരു പർട്ടിക്കുലർ ടൈമിലാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് സീറ്റ് അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ അവിടെ സൈഡിൽ കൂടി ഇങ്ങനെ സീറ്റും കാണിക്കും എത്ര സീറ്റിന് റിമൈനിങ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കാം ഇത് ഓപ്പൺ ആവും. സോ ആ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ കാർഡൊക്കെ കയ്യിൽ വെച്ചേക്കണം, കാരണം അന്നേരം നമ്മൾ പേയ്മെന്റ് ചെയ്യണം. പേയ്മെന്റ് കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് സീറ്റ് കറക്റ്റ് ആകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വിസ കാർഡോ നിങ്ങൾ എങ്ങനെയാണോ പേയ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാർഡ് ആയിരിക്കണമെങ്കിൽ കാർഡ് എടുക്കുക. കാർഡിന്റെ ലാസ്റ്റ് നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, അതായത് CBB നമ്പർ, കാർഡിന്റെ ലാസ്റ്റ് നമ്പറും CBB നമ്പറൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. സോ ആ നമ്പർ, പിന്നെ ഒരു കാര്യം, ആ നമ്പർ ഏത് ഫോണിലേക്കാണോ നമുക്കിപ്പോൾ മെസ്സേജ് എന്താണ് OTP നമ്പർ പോകും. ആ OTP നമ്പർ പോകുന്ന ഇപ്പൊ നിങ്ങളുടെ കാർഡ് നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ വേറെ ആരുടെങ്കിലും കാർഡ് വെച്ചാൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആൾക്കാണ് OTP നമ്പർ പോകുന്നത്. ആ സമയത്തിന് OTP നമ്പർ വിളിച്ച് എന്താന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ സീറ്റ് ഫില്ലായി പോകും. അതുകൊണ്ട് ആ ഫോണും അതെല്ലാം നിങ്ങളുടെ കയ്യിൽ അടുത്തുണ്ടായിരിക്കണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. അന്നേരം OTP നമ്പറൊക്കെ ടൈപ്പ് ചെയ്യുക, അന്നേരം നിങ്ങൾ പേ ചെയ്യുക. പേ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ സ്ക്രീൻ ഒരു ഇത് കാണിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എക്സാം ഓൾറെഡി രജിസ്റ്റർ ചെയ്തെന്നാണ് എന്റെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അവർ പറഞ്ഞേക്കുന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റ്, ആ ടൈം, നമുക്ക് ഏത് മൊഡ്യൂളാണോ വേണ്ടത് ആ മൊഡ്യൂളുള്ള ദിവസം മാത്രമേ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടൂ. അല്ലാതെ നമ്മൾ ഏത് സമയം പോയി ഓൾറെഡി രജിസ്റ്റർ ചെയ്യാനോ ഓൾറെഡി അത് ഓപ്പൺ ആയി നമുക്ക് നോക്കാനോ പറ്റത്തില്ല. സോ ഇങ്ങനെയാണ് നമ്മളുടെ ട്രിവാൻഡ്രത്തെയും പിന്നെ കൊച്ചിയിലും ട്രിവാൻഡ്രം ഗോയിത്തയും കൊച്ചി ഗോയിത്തയും ഒരു ഇതിന്റെ അണ്ടറിലായതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ആ രണ്ടിന്റെയും എക്സാം രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് റിഗാർഡിങ് എങ്ങനെ രജിസ്റ്റർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഐ വിൽ റിപ്ലൈ യു ബാക്ക്. താങ്ക് യു.